കണ്ണീരണിഞ്ഞ് സംഘപരിവാർ ആൾക്കൂട്ട ആക്രമണത്തിനിരയായ പാസ്റ്റർ CP സണ്ണി കൈരളി ന്യൂസുമായി അനുഭവം പങ്കുവയ്ക്കുമ്പോൾ സുവിശേഷ പ്രവർത്തകനായ സണ്ണിക്ക് ദുഃഖം നിയന്ത്രിക്കാനായില്ല. സുവിശേഷ പ്രവർത്തകന് നേരെ ഉണ്ടായത് സംഘപരിവാർ ഭീകരതയുടെ മറ്റൊരു മുഖമാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 3-ന് ബീഹാറിൽ വെച്ചായിരുന്നു സുവിശേഷ പ്രവർത്തകനായ പാസ്റ്റർ CP സണ്ണിക്ക് നേരെയുള്ള സംഘപരിവാർ അക്രമം. പണം വാങ്ങി മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ചായിരുന്നു ഭീകരമായി മർദ്ദിച്ചത്. ആ സമയം തന്റെ അക്കൗണ്ടിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ പാസ്റ്റർ സണ്ണിക്ക് ദുഃഖം താങ്ങാനായില്ല. ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ 448 രൂപയുണ്ട്, 20 രൂപയുണ്ട്. ഈ സംഭവം നടക്കും. ഇവർ പറഞ്ഞ് നമ്മൾ മതം മാറ്റുന്ന പൈസ കൊടുത്താണ്. അവിടെയുള്ള ആൾക്കാർ തരുന്ന പെടിയേരി സ്തോത്രാജ്, അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. രാജ്യം അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിന്റെ തെളിവാണ് ഈ അക്രമമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. BJPയുടെയും കോൺഗ്രസിൻ്റെയും സഹായത്തോടുകൂടി ഉത്തരേന്ത്യയിൽ ഇന്ന് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വർഗീയത സൃഷ്ടിക്കുന്ന ഭീകരാന്തരീക്ഷവുമായിട്ട് വിവിധ മേഖലയിൽ വരുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ സൂചനയാണ് KP സണ്ണിക്കെതിരായിട്ടുള്ള ഈ ആക്രമണം. നമ്മൾ കാണുന്ന മണിപ്പൂരിലെ സംഭവമായിരുന്നാലും ഹരിയാനയിലെയും ഡൽഹിയിലെയും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമായിരുന്നാലും തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി, ഇസ്ലാമികൾക്കെതിരായി, ക്രൈസ്തവർക്കെതിരായി, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽപ്പെടുന്ന വിശ്വാസികൾക്കെതിരായിട്ടെല്ലാം ഉത്തരേന്ത്യയിൽ ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആക്രമണം തുടരെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഇരയാണ് ശ്രീ KP സണ്ണിയും കുടുംബവും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സംഘപരിവാർ ആൾക്കൂട്ട ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പാസ്റ്റർ സണ്ണി കോട്ടയം മുട്ടുചിറയിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. മർദ്ദനത്തിൽ കഴുത്തിന്റെ പിൻഭാഗത്തായിരുന്നു പരുക്ക്. സാംജിത് ആർ പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.